RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുപ്രശംസവും. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ബാഴ്സലോണ വിസസ് വില്ലറൽ മത്സരത്തെ കുറിച്ചാണ്. ഒരു തീപ്പാറിയ മത്സരം പ്രതീക്ഷിച്ച് വന്ന ഫുട്ബോൾ പ്രേമികൾക്ക് നിരാശ ഉണ്ടായത്. കാരണം എന്താ പറഞ്ഞാൽ വില്ലറല് ഒരു റെഡ് കാർഡ് വാങ്ങിച്ചിട്ട് അവര് 10 പേരുമായിട്ട് ചുരുങ്ങി. ഫസ്റ്റ് ഹാഫിൽ തീപ്പാറിയ മത്സരമായിരുന്നു എന്ന് പറയാം. ഒരു 15 മിനിറ്റിനുള്ളിൽ വില്ലറലിന്റെ കൃത്യമായ അജണ്ടയിലൂടെ നടന്ന ആക്രമണങ്ങളുണ്ടല്ലോ, എമ്മാതിരി പുൾ ഓഫ് ആയിരുന്ന ചെങ്ങൈമാരി. ആ ഫസ്റ്റ് ഹാഫിൽ ഒരു 15 മിനിറ്റുള്ള 3 ബിഗ് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത്. ജോൺ ഗാസിയ എന്ന് പറയുന്ന ബാഴ്സലോണയുടെ പുതിയ ഗോൾ കീപ്പറുടെ ഒരു മികവിലാണ് മാതിരി പെർഫോമൻസ് ആ ചെങ്ങായി ഇന്ന് പുറത്തെടുത്തിരിക്കുന്ന അറിയാം. 1-on-1 സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഗോൾ കീപ്പർമാർ എന്താണ് ചെയ്യേണ്ടതെന്ന് ജോൺ ഗാസിയ ഇന്ന് കാണിച്ചു കൊടുത്തു. അത് സ്റ്റേഗൻ അവിടെ ബെഞ്ചിലിരുന്ന് കാണുന്നുണ്ട്. ആളെ ആ സമയത്ത് ക്യാമറാമാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാഴ്സയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് സ്റ്റേഗൻ ഏകദേശം ഉറപ്പാണ്. എന്താ പറയുക, ഈ ചെങ്ങായി അമ്മാതിരി പെർഫോമൻസ് ആണ് പുൾ ഓഫ് ചെയ്യുന്നത്. എന്താണെന്ന് കാണിച്ചു. എണ്ണം പറഞ്ഞ 5 ഗോളുകളാണ് സേവ് ചെയ്തത്. അത് ഉറച്ച സേവ് കേട്ടോ, 5 എണ്ണം. അത് 1-on-1 ചാൻസ് വന്ന സമയത്താണ്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിരിക്കുന്നത് റഫീനയ്ക്കാണ്. റഫീന ഒരു പെനാൽറ്റിയിലൂടെ സുന്ദരമായ ഒരു ഗോൾ സ്കോർ ചെയ്തു. അതേപോലെ തന്നെ യമാലും ഇന്ന് കിടിലൻ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറെ ആൾക്കാരുടെ അഭിപ്രായത്തിൽ ഇന്ന് റഫീനയ്ക്ക് കൊടുത്തതിനേക്കാൾ ബെറ്റർ യമാലിനാണ് മാൻ ഓഫ് ദി മാച്ച് വിൻ ചെയ്യാനുള്ള ഇന്നത്തെ ഒരു കേപ്പബിലിറ്റി നോക്കി കഴിഞ്ഞാൽ യമാലിനാന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജോൺ ഗാസിയക്കാണ് ഇന്ന് മാൻ ഓഫ് ദി മാച്ച് കൊടുക്കേണ്ടത്. ബാഴ്സലോണയെ ആ ഒരു ഫസ്റ്റ് 15 മിനിറ്റ് പിടിച്ച് നിർത്തിയത് ഈ ചങ്ങായാണ്. എണ്ണം പറഞ്ഞ 3 ബിഗ് ചാൻസുകളാണ് വില്ലറിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അത് ഗോൾ സ്കോർ ആവാതിരുന്നത് ജോൺ ഗാസിയുടെ മുന്നിൽ. എമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. അതിലൊരു ഗോൾ വീഴുകയും ചെയ്തു. കുണ്ടന്റെ ഒരു ഓൺ ഗോൾ വീഴുകയും ചെയ്തു. 39 മിനിറ്റിൽ ഈ വൈഗയുടെ ഒരു റെഡ് കാർഡിലൂടെയാണ് ഈ കളിയുടെ താളം മൊത്തം തെറ്റുന്നത്. അല്ലെങ്കിൽ ഒരു തീപ്പാറിയ മത്സരം കാണായിരുന്നു. വില്ലറിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിൽ 3-ാം സ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അവർ 2 മത്സരങ്ങൾ കുറവ് കളിച്ചിട്ടുള്ളൂ. ഇപ്പൊ അറ്റന്റിക്കോ മഡ്രിഡ് ഇന്നലെ നടന്ന മത്സരത്തിൽ ജയിച്ചതുകൊണ്ട് മാത്രം അവർ ഒരു പോയിന്റ് മുന്നിലാണ്. ഇനിയും അവർക്ക് റയൽ മഡ്രിഡിന്റെ കൂടി ബാഴ്സലോണയുടെ കൂടി അതേപോലെ അറ്റന്റിക്കോ മഡ്രിഡിന്റെ കൂടെ ഇനി 2 കളികൾ ബാക്കിയുള്ള 16 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 35 പോയിന്റുമായിട്ട് 4-ാം സ്ഥാനത്താണ് അവരുള്ളത്. അപ്പൊ അവരെ പേടിക്കുക തന്നെ വേണം. ആ പേടിച്ചുകൊണ്ട് തന്നെയാണ് കളി കാണാനിരുന്നത്. എന്തായിരിക്കുന്നത്, അതും അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് മത്സരമാണ്. ഫസ്റ്റത്തെ 10 മിനിറ്റ് ബാഴ്സയ്ക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഹെഡ്രി പോട്ടർ ഇല്ലാത്തൊരു ആ ഒരു പ്രശ്നം ശരിക്കും കണ്ടൊരു മത്സരം തന്നെയായിരുന്നു. ഫസ്റ്റത്തെ ഒരു 15, 20, 25 മിനിറ്റ്. പിന്നെയാണ് ബാഴ്സലോണ ആ കളിയിലേക്ക് മെല്ലെ വരുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഫെഡ്രിയുടെ ഒരു ഇത് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. എന്താ പറയുക, കുറെ മിസ് പാസുകൾ, അതേപോലെ ഡിഫൻസിന്റെ കുറെ പ്രശ്നങ്ങൾ, അതൊക്കെ മുതലെടുത്ത് വില്ലറിൽ കൗണ്ടറും കാര്യങ്ങളായിട്ട് പ്രസ്സിംഗ് ആയിരുന്നു. ആ ജോൺ ഗാസിയ ഒരു വൻ മതില് പോലെ ഇങ്ങനെ മുന്നിൽ വന്ന് നിന്നപ്പോ വില്ലറിന്റെ താരങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വല്ലാതെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇന്ന് ജോൺ ഗാസിയാണ് ഈ ഒരു മാൻ ഓഫ് ദി മാച്ചിൽ അർഹിച്ചിരുന്നത്. ഇന്നത്തെ ഹീറോ ഈ ചങ്ങ തന്നെയാണ്. 39 മിനിറ്റില് എമീനമാലിനെ ബാക്കിൽ നിന്ന് വന്ന് ഫൗൾ ചെയ്തതിനാണ് ഡയറക്റ്റ് റെഡ് കാർഡ് കിട്ടിയിട്ടാണ് വൈക പുറത്തു പോകുന്നത്. ആ വിങ്ങില് യമാലിനെ കുറെ പൂട്ടാൻ നോക്കിയതാണ് ചങ്ങായി. ഫസ്റ്റ് ഹാഫിൽ അതൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചങ്ങായി പോയതോടുകൂടി യമാല് ഫ്രീ ആയി. യമാല് കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങി. ഇന്നെന്താ ചെയ്ത് സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഗ്രൗണ്ടിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് യമാല്. അടിപൊളി പെർഫോമൻസ് ആണ് ഫുൾ ഓഫ് ചെയ്ത് അതിൽ കിടിലൻ ഒരു ഗോൾ സ്കോർ ചെയ്തു. അതേപോലെ എടുത്തു പറയേണ്ടത് റഫീനയുടെ ചാൻസുകളാണ്. എമ്മാതിരി ഷോട്ടുകളാണ് ഇന്ന് ആ ചങ്ങായി എടുത്തെന്നറിയും. പെനാൽറ്റി ബോക്സിന്റെ പുറത്തുനിന്ന് ഇന്നൊരു എടുത്ത ഷോട്ട് ശരിക്കും ബാർ തട്ടി പോവാണ്. ഗോൾ കീപ്പർ ഇങ്ങനെ നോക്കി നിൽക്കുക, ഒരു ഡൈവ് ചെയ്യാൻ അറ്റംപ്റ്റിന് പോലും ശ്രമിക്കാതെ, എന്താ പറയുക, ഉറച്ചു ഗോളാന്ന് വിചാരിച്ച സാധനം അത് ബാറിൽ തട്ടി തെറിച്ചു. അതേപോലെ 1-2 ഷോട്ടുകൾ കിഡിലൻ എണ്ണം പറഞ്ഞ ഷോട്ടുകൾ ബോക്സിന്റെ സൈഡിലൂടെ പോയിട്ടുണ്ട്. ആള് ഫസ്റ്റ് ഹാഫിൽ 10 മിനിറ്റ് കഴിയുന്ന സമയത്താണ് ആ ഒരു ട്രിപ്പിൾ ചെയ്തിട്ട് പെനാൽറ്റി ബോക്സിനുള്ളിൽ കയറുമ്പോൾ ഈ ഡിഫൻഡർ ഫൗൾ ചെയ്തതിനാണ് പെനാൽറ്റി കിട്ടുന്നത്. പെനാൽറ്റി അതിസുന്ദരമായിട്ട് എടുക്കുകയും ചെയ്തു. എല്ലാവരും പൊരുതി സെക്കൻഡ് ഹാഫിൽ നല്ല രീതിക്കൊക്കെ പൊരുതി നോക്കിയിട്ടുണ്ട് ഗോളുകൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു റെഡ് കാർഡിൽ തന്നെ വില്ലറിൽ കളി കൈവിട്ടു. പക്ഷെ അവര് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാതെ ബാഴ്സലോണയെ പിടിച്ചു നിർത്താനും അതേപോലെ തന്നെ ഇവര് കിട്ടിയ അവസരങ്ങളിലൊക്കെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നേറുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു വിജയം അനിവാര്യമായിരുന്നു. എന്താണ്, ടേബിളിൽ ചുരുങ്ങിയ ഒരു സെക്കൻഡ് പൊസിഷനെങ്കിലും അവര് എത്താനുള്ള ഈ ഡിസംബർ ഈ അവസാനിക്കുന്നതിനുള്ളിൽ ഈ ഒരു അടുത്ത 2026 മുമ്പ് ഒരു ടേബിളിൽ ടോപ്പ് സെക്കൻഡിലെങ്കിലും എത്താനുള്ള ഒരു ചാൻസ് നേടിയിട്ടാണ് അവർ ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങിയത്. അതേപോലെ തന്നെ അവരുടെ കാണികളുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അതിന് യമാലിന്റെ കയ്യിലേക്ക് ബോൾ കിട്ടുമ്പോൾ ഒരേ വിസിലായിരുന്നു. ആ വിസിലിനുള്ള മറുപടി യമാല് ഗോളിലൂടെ കൊടുത്തിട്ട് ആ ഒരു സെലിബ്രേഷൻ ഉണ്ട്. എന്തായാലും പൊളിച്ചു. ഒന്നും പറയാനില്ല, യമാലിന്റെ പെർഫോമൻസ് അമ്മാതിരി പെർഫോമൻസ് തന്നെയായിരുന്നു. കൊണ്ട് പരുക്ക് കാരണം പുറത്തു പോയിട്ടുണ്ട്. കൊണ്ടുവരെ പെർഫോമൻസ് സ്റ്റാർട്ടിങ് കണ്ടപ്പോഴേ കുറച്ച് പരുങ്ങളിലേക്കാണ് ആളുടെ റണ്ണിങ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ
ബാൾഡയുടെ ഒരു സുന്ദരമായ ഒരു മിസ് പാസ് എന്ന് പറയാം. എന്താ പറഞ്ഞാല് ഗോൾ കീപ്പർക്ക് മൈനസ് ബോൾ ഇട്ട് കൊടുക്കേണ്ടതിന് പകരം ഈ ചങ്ങായി കൊണ്ടുവന്ന് അവസാന നിമിഷം ഇട്ട് കൊടുക്കുകയും അത് വില്ലറിന്റെ സ്ട്രൈക്കറിന്റെ കാലിൽ കിട്ടുകയും ചങ്ങായി അടിച്ചു ഗോളാക്കാൻ പറ്റാതെ റിഗാസിയെ സേവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പതിയെ താളം കണ്ടുപിടിച്ചു. അപ്പൊ സെക്കൻഡ് ഹാഫ് തുടങ്ങിയതും ബാഴ്സന്റെ പൂർണ്ണ ആധിപത്യത്തിലായിരുന്നു ഇതിന്റെ കളി നടന്നത്. എന്താ പറഞ്ഞാൽ 10 പേരായിട്ട് ഈ ബാഴ്സ അത്രയും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാഴ്സനെ, അതിപ്പോ വില്ലറിന്റെ ഹോം ഗ്രൗണ്ട് ആണെങ്കിൽ കാര്യമൊന്നുമില്ല. വില്ലറിലും ബാഴ്സയായിട്ടുള്ള പഴയ മത്സരങ്ങൾ നോക്കിയായിരുന്നു അവർ ബാഴ്സലോണയിൽ വന്നിട്ട് ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിട്ട് വില്ലറിൽ പോയിട്ട് ബാഴ്സലോണ അവരെ പരാജയപ്പെടുത്തിയിട്ട് അങ്ങനെ വലിയ 3-2, 4-2, 5-1 അങ്ങനെയുള്ള വലിയ വലിയ സ്കോറിലൊക്കെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വിജയവും പരാജയവും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അവസാനം നടന്നത് നോക്കി കഴിഞ്ഞാൽ 5 മത്സരങ്ങളിൽ 2 ടീമും വിജയിച്ചിട്ടാണ് വരുന്നത്. ഇതോടുകൂടി ബാഴ്സലോണ 7 തുടർച്ചയായ വിജയങ്ങളാണ് നേടിയിരിക്കുന്നത്. അതേപോലെ നമ്മൾ 10 മത്സരങ്ങളിൽ ലാലിഗ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 5 പോയിന്റിന് പുറകിലായിരുന്നു റയൽ മാഡ്രിഡിന്റെ. ഇപ്പോ ഡിസംബറിൽ കളി 2025 കളി അവസാനിപ്പിക്കുമ്പോൾ ബാഴ്സലോണ റയലിനേക്കാളും 4 പോയിന്റ് മുന്നിലാണ്. എൽ ക്ലാസിക്കോ പരാജയപ്പെട്ടപ്പോൾ അൻസിഫ്ലിക്ക് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി കാണാൻ പോകുന്ന പുതിയൊരു ബാഴ്സയാണ്. അതേപോലെ തന്നെ അതിനുശേഷം തോൽവി അറിയാതെ 7 മത്സരങ്ങൾ കണ്ടിന്യൂസ് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ ചെൽസിയോടേറ്റ് പരാജയത്തിന് ശേഷം പിന്നീട് മത്സരം തോറ്റിട്ടില്ല. അതേപോലെ തന്നെ ലീഗിലായിക്കോട്ടെ, ലീഗിൽ മൂന്നാം സ്ഥാനത്തുള്ള വില്ലറിലുമായിട്ടുള്ള മത്സരമായിരുന്നു. ആ ഒരു റെഡ് കാർഡും ആ ഒരു പെനാൽറ്റിയും തന്നെയാണ് വില്ലറിന്റെ ഈ ഒരു അധപ്പതനത്തിന് കാരണം. അല്ലെങ്കിൽ ഒരു സൂപ്പർ പോരാട്ടം, 4 ജയിച്ചോ തോറ്റോ എന്നുള്ള വിഷയമല്ല, പക്ഷെ ഒരു നല്ല 3-4, 2-3 ഗോൾ സ്കോറിന് ഏതെങ്കിലും ടീം ജയിക്കേണ്ട ഒരു കളിയായിരുന്നു. ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ബാഴ്സലോണയുടെ പെട്രി എന്ന മെജിഷ്യൻ ഇല്ലാത്തതിന്റെ കുറവായിരുന്നു എന്ന് മെയിനായിട്ട് കണ്ടത്. സെക്കൻഡ് ഹാഫിൽ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ മാറി മറിയാൻ തുടങ്ങി. അതുകൊണ്ട് 10-11 ആവുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അവര് ഈ 2-0 അവസാനിച്ചുള്ള കാര്യം തന്നെയാണ്. ഇതേപോലെ തന്നെ ഇന്നലെ സെവില്ലയായിട്ടുള്ള മത്സരത്തിൽ സെവില്ലയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിട്ട് റയൽ മാഡ്രിഡ് ഇതേപോലെ സെവില്ലയോട് ഇതേ മത്സരം തന്നെയാണ് ഏകദേശം സെയിം തന്നെയാണ് നേടിയത്. യമാലിന്റെ ഫൗൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആവശ്യമില്ലാത്ത ഫൗളാണ് ഈ വൈക എന്ന് പറയുന്നത് ചങ്ങായി നേടിയത്. ഒരു ആവശ്യമില്ലാത്ത ചങ്ങായിന്റെ ബോൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് ബാക്ക് എന്ന് വന്നിട്ട് ഇമ്മാതിരി ചവിട്ടോട്ടി കഴിഞ്ഞാൽ ഒരു പ്ലെയറുടെ കരിയർ ഇല്ലാതാക്കാൻ പറ്റുന്ന, പക്ഷെ ഭാഗ്യം കൊണ്ട് യമാലിന് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ന്യൂസ് വരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഫൗളും ചെയ്തു, ഫൗൾ അറ്റംപ്റ്റും ആണ്, അത് മറ്റുള്ള പ്ലെയർക്കും ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെ. പക്ഷെ അവരുടെ ടീമിന് വലിയൊരു നഷ്ടമാണ് ഒരു പ്ലെയർ മിസ്സാവുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഇന്നത്തെ കളി ഇത്രയും ഇതാവാൻ കാരണം, അല്ലെങ്കിൽ ഒരു സൂപ്പർ പോരാട്ടത്തിന് കാണേണ്ടതായിരുന്നു. അപ്പോൾ ഇന്ന് കുറെ കാര്യങ്ങൾ നടന്നു പറഞ്ഞാൽ ഈ ഒരു മാൻ ഓഫ് ദി മാച്ചിന്റെ കാര്യത്തിലാണ് ഞാൻ ശരിക്കും ഒരു ഇതായത്. റഫീനിക്ക് കൊടുത്തതിൽ പ്രശ്നമൊന്നുമില്ല, റഫീന അത്രമാത്രം കളിച്ചിട്ടില്ല. പക്ഷെ റഫീന യമാലിനേക്കാളും ബെറ്റർ ആയിട്ട് ഇവിടെ ഒരു ആള് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജോൺ കാസി. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയ്ക്ക് വരുന്ന സമയത്ത് കുറെ ആൾക്കാരൊക്കെ എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേഗനും അതേപോലെ സെഷനെയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു ഗോൾ കീപ്പർ, എന്താ പറഞ്ഞാൽ ചെറുപ്പമാണ്, 24 വയസ്സായിട്ടുള്ളൂ. ഈ ചങ്ങായിനെ കൊണ്ടുവന്ന ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു 10 വർഷത്തിലേക്ക് ഇനി ബാഴ്സയ്ക്ക് വേറൊരു ഗോൾ കീപ്പർ നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോയിലൊക്കെ. അതിനുള്ള ഇത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഗ്രൗണ്ടിൽ. 2025 ഡെമ്പലെ 46 ഗോൾ ആൻഡ് അസിസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ലെമീനമാർ 47 ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഗോൾ ആൻഡ് അസിസ്റ്റ് മുന്നിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ ചങ്ങായി 2023 ബാഴ്സയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് കുപ്പായം അണിയുന്നത്. അതിൽ തന്നെ ആ സീസണിൽ തന്നെ 3 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. എന്നാൽ സീസൺ അവസാനമായിട്ടാണ് ആള് ടീമിൽ വരുന്നത്. സാബിയുടെ കീഴിലാണ് ആള് ടീമിൽ ആദ്യമായിട്ട് എത്തുന്നത്. 2024 13 ഗോളുകൾ സ്കോർ ചെയ്തപ്പോൾ 2025 ഇപ്പോൾ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന വർഷത്തിൽ ആൾ 24 ഗോളുകൾ സ്കോർ ചെയ്തത്. അപ്പോൾ ബാഴ്സയുടെ ഒരു ഫ്യൂച്ചർ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. യമീൻ യമാൽ എന്ന് പറഞ്ഞാൽ ഒരു ഡയമണ്ട് തന്നെയാണ് ബാഴ്സയ്ക്ക്. അതേപോലെ റഫീനയുടെയും അതേപോലെ യമാലിന്റെയും ഈ ഒരു കോംബോ, റഫീന ഗോൾ അടിച്ചപ്പോൾ ആ ചങ്ങായിമാർ പോയിട്ട് രണ്ടാളും പോയിട്ട് അതേ ഒരു സെലിബ്രേഷൻ. അതേപോലെ തന്നെ യമാൽ ഗോൾ അടിച്ചപ്പോൾ റഫീനെ പോയിട്ട് ഇവര് തമ്മിൽ ഒരു ഏട്ടൻ അനിയൻ ബന്ധം, അത് ബാഴ്സയിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ചങ്ങ കഴിഞ്ഞ സീസണിലൊക്കെ നോക്കിയാൽ മതി, എവിടെ നിന്നാണ് ആ ഒരു റൈറ്റ് ഫുട്ട് കൊണ്ട് ഇത് അസിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ കറക്റ്റ് സമയത്ത് റഫീനെ അവിടെ എത്തുണ്ടായിരുന്നു. അതേപോലെ ഈ സീസണിൽ ഇപ്പൊ കളി തുടങ്ങിയിട്ടുണ്ട്, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ റമാലിന്റെയും അതേപോലെ റഫീനിന്റെയും കളി. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 12 ഷോട്ടുകളാണ് വില്ലറിൽ എടുത്തിട്ടുള്ളത്. അതിൽ 4 എണ്ണം മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് പോയത്. അപ്പൊ ബാഴ്സലോണ 15 ഷോട്ടുകൾ എടുത്തപ്പോൾ അതിൽ 6 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക് ഉണ്ടായിരുന്നു. ഈ 4 എണ്ണം വില്ലറിൽ എടുത്ത് 4 എണ്ണം ഗംഭീരമായിട്ട് സേവ് ചെയ്ത് ജോൺ കാസി എന്ന ഗോൾ കീപ്പർ തന്നെയാണ് ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ മിന്നും ഗോൾ കീപ്പർ എന്ന് തന്നെ പറയാം. അപ്പോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 35% വില്ലറിൽ ഉണ്ടായ സമയത്ത് 65% പൊസിഷൻ ഉണ്ടായിരുന്നു ബാഴ്സലോണയ്ക്ക്. 191 പാസുകൾ മാത്രമേ വില്ലറിൽ കംപ്ലീറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡ് കാർഡ് തന്നെയാണ് അതിന് കാരണം. ബാഴ്സലോണ കംപ്ലീറ്റ് ചെയ്ത പാസുകൾ നോക്കിക്കഴിഞ്ഞാൽ 710 പാസുകളാണ്. അതിലൊരു 250 പാസുകളും ചുരുങ്ങിയ ഡിജോൺ കൊടുത്തിട്ടുണ്ടാവും. ഡിജോൺ അമ്മാതിരി ഒരു ട്രാക്കിലായിരുന്നു, ആ ഒരു ബോൾ ഹോൾഡ് ചെയ്യുന്നതിലായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ
10 പേരാണ് വില്ലറിലുള്ള കാര്യം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ പാസിംഗെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 69 ബാഴ്സലോണ 93 ഫൗൾസ് കമ്മിറ്റ് ചെയ്തത് വില്ലറിൽ 10 ഫൗൾസ് കമ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ 6 ഫൗൾസ് കമ്മിറ്റ് ചെയ്ത് യെല്ലോ കാർഡ് 2 ടീമിന് ഓരോ യെല്ലോ കാർഡ് വില്ലറിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 6 ഓഫ് സൈഡ് വില്ലറിൽ, അതിൽ 2 ഗോളൊക്കെ അടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് സൈഡ് ജോൺ കാസിയ ഭയങ്കരമായിട്ട് സേവ് ചെയ്ത ശേഷമാണ് അത് ലൈൻ റഫറിയും അതേപോലെ വാറൊക്കെ വരുന്നത്. അപ്പോൾ സേവുകൾ ഗംഭീരമാണ്, അതിലേക്കാളും ഒന്നും പറയാനില്ല. അതേപോലെ കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 5 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ ബാഴ്സലോണ വിൻ ചെയ്ത് 10 കോർണേഴ്സ് ഒന്നും ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റിയെന്നുള്ള കാര്യം. സെറ്റ് പീസിൽ ഇപ്പോഴും ബാഴ്സലോണ ഭയങ്കര വീക്കാന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അവരത് കാരണം പരമാവധി ഡയറക്റ്റ് കോർണർ എടുക്കാതെ ടച്ച് ബാൾ പാസ് ചെയ്തിട്ടാണ് കയറി വരല് കൂടുതൽ മത്സരങ്ങളിലും. ലാ ലീഗ് ടേബിൾ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 18 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 15 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 46 പോയിന്റുമായിട്ട് FC ബാഴ്സലോണയാണ് 1ാം സ്ഥാനത്തുള്ളത്. 2026 മത്സരങ്ങൾക്ക് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ 51 ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുന്ന ഒരു ഗോളുകൾ, 51 ഗോളുകൾ അടിച്ചപ്പോൾ 20 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡാണ്. 18 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13 വിജയവും 3 സമനിലയും 2 തോൽവി അടക്കം 42 പോയിന്റുമായിട്ട് ഇവർ തമ്മിലുള്ള പോയിന്റ് 4 പോയിന്റിന്റെ വ്യത്യാസമാണ് റയൽ മാഡ്രിഡും ബാഴ്സയും നിൽക്കുന്നത്. 36 ഗോളുകൾ അടിച്ചപ്പോൾ 16 ഗോളുകളാണ് വഴങ്ങിയിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡാണ് ഇപ്പോൾ 3ാം സ്ഥാനത്തുള്ളത്. 18 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 11 വിജയവും 4 സമനിലയും 3 തോൽവി അടക്കം 37 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്തുണ്ട്. 33 ഗോളുകൾ അടിച്ചപ്പോൾ 16 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 4ാം സ്ഥാനത്തുള്ള വില്ലറിലാണ്. അവർ 16 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. അവർക്ക് ഇനിയും 2 മത്സരങ്ങൾ കളിക്കണം ഇവരുടെ കൂടെ എത്തണമെങ്കിൽ. അതിൽ തന്നെ 11 മത്സരങ്ങൾ വിജയിച്ചു, 2 മത്സരങ്ങൾ സമനില, 3 മത്സരങ്ങൾ പരാജയപ്പെട്ടു. 35 പോയിന്റുമായിട്ട് അവർ 4ാം സ്ഥാനത്തുണ്ട്. 31 ഗോളുകൾ അടിച്ചപ്പോൾ 15 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ. 5ാം സ്ഥാനത്തുള്ളത് എസ്പാനിയോളാണ്. 16 മത്സരങ്ങളെ അവരും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. 9 വിജയവും 3 സമനിലയും 4 തോൽവി അടക്കം 30 പോയിന്റുമായിട്ട് അവർ 5ാം സ്ഥാനത്തുള്ളത്. 20 ഗോളുകൾ അടിച്ചപ്പോൾ 16 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നലെ ബാഴ്സലോണയുടെ തോൽവി കാത്തിരുന്ന എല്ലാവർക്കും ഭയങ്കര സങ്കടകരമായ ഒരു സംഭവം. എന്താ പറഞ്ഞാൽ വില്ലറിലായതുകൊണ്ട് കൂടെ ബാഴ്സലോണ തോറ്റാലും പ്രശ്നമാണ്, ബാഴ്സലോണ ജയിച്ചാലും പ്രശ്നമാണ് ചിലർക്ക്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വില്ലറിൽ ഇനിയുള്ള 2 മത്സരങ്ങളും കൂടി ജയിച്ചാൽ റയലിന്റെ മുകളിലെത്തും. അതേപോലെ ബാഴ്സ ജയിക്കുകയാണെങ്കിൽ ബാഴ്സ കുറച്ചുകൂടെ പോയിന്റ് കൂടും. അങ്ങനെ ചെകുത്താന്റെയും കടലിന്റെയും ഇടയപ്പെട്ട ഒരു അവസ്ഥയാണ് റയൽ ഫാൻസിന്റെ ഇന്നലത്തെ ഈ ഒരു കളിയുടെ അവസ്ഥ. എന്തായാലും ബാഴ്സലോണ വിജയിച്ച് ടോപ്പിലെത്തിയിരിക്കണം. അപ്പോൾ ലാലിയെ കഴിയാൻ ഇനിയും കുറെ മത്സരങ്ങളുണ്ട്. ഒന്നും അല്ല എന്നുള്ള കാര്യം റയലിനും അറിയാം, ബാഴ്സയ്ക്കും അറിയാം, അവരുടെ ഫാൻസിനും അറിയാം. അപ്പൊ എന്തായാലും ആരായിരിക്കും ഈ സീസണിൽ കപ്പ് നേടുക നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാഴ്സയാണോ അതോ റയലാണോ, അതോ ഇവരെല്ലാം മറികടന്ന് അത്ലറ്റിക്കോ മാഡ്രിഡോ വില്ലറിലോ കപ്പടിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.